രാവിലെ ഉറങ്ങിയെണീറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. ഇന്ന് മീൻ കിട്ടിയിട്ടില്ല, പകരം നമുക്ക് നല്ല കൂർക്കയിറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ, കക്കയിറച്ചി. അപ്പോൾ ഇത് നമ്മുടെ തോടൊക്കെ കളഞ്ഞിട്ട് വിൽക്കാൻ കൊണ്ടിരുന്നതാണ്. ഇനിയാണ് മക്കളെ പണിയായ പണി എത്ര ഉള്ളത്. 1.5 മണിക്കൂർ ഇരുന്നിട്ട് വേണം ഇതിൻ്റെ ചളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. 100 രൂപയ്ക്ക് അത്യാവശ്യം വറക്കത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ടാണ് ഇത് വൃത്തിയാക്കി എടുത്തത്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ അല്ല, റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇനി ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കഷ്ണം ഉള്ളിയാണ് കേട്ടോ. ഒരു പകുതി ഉള്ളി അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കൊത്തി അരിഞ്ഞിടണം. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ച നല്ല നാടൻ പച്ചമുളകില്ലേ, ഉണ്ടമുളക്, നല്ല എരിവാണേ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നല്ല നാടൻ കറിവേപ്പില ഇട്ടതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണേ. കക്ക ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ നമുക്ക് അതിലിട്ട ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. അതിന് കണക്കായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ചിട്ട് അത് വാങ്ങി വെക്കേ. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ സ്പെഷ്യൽ ചീരത്തോരനുണ്ട്, സോയാബീൻ റോസ്റ്റ് ഉണ്ട്, അത് ശ്രീകുട്ടൻ്റെ വകയാണ് കേട്ടോ. പിന്നെ കക്കയുണ്ട്, അതുപോലെ ഞാൻ തൈരിൽ നല്ല കാന്താരി മുളക് കടച്ചിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.